വിവോയുടെ വിവോ S18 സീരീസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വിവോ S18 സീരീസിൽ 3 ഫോണുകൾ വരുന്നുണ്ട്. വിവോ S18e, വിവോ S18, അതുപോലെ തന്നെ വിവോ S18 Pro. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ S18 സീരീസിനെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവോ S18eയിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. OLED പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ S18 അതുപോലെ തന്നെ S18 Pro എന്നീ ഫോണുകളിലോട്ട് വരുമ്പം 6.78 ഇഞ്ചിൻ്റെ 1.5K ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷൻ വരുന്നുണ്ട്. പിന്നെ OLED പാനലാണ് ഇതിലും വരുന്നത്. ഈ 3 ഫോണുകളിലും 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 3 ഫോണുകളിലും പഞ്ചോൾ ഡിസൈനാണ് വരുന്നത്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ S18ലും അതുപോലെ തന്നെ S18 Proയിലും കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. S18eയിൽ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1800 nits ആണ്. S18ലും അതുപോലെ തന്നെ S18 Proയിലും പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2800 nits ആണ്. അപ്പം ഈ ഫോണുകളിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഈ 3 ഫോണുകളിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. S18eയുടെ വെയിറ്റ് വരുന്നത് 193 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.69 mm ആണ്. S18ന്റെ വെയിറ്റ് വരുന്നത് 185.8 ഗ്രാമാണ്. അതുപോലെ തന്നെ പ്രോയുടെ വെയിറ്റ് വരുന്നത് ഏകദേശം 187.8 ഗ്രാമാണ്. ഈ 2 ഫോണുകളുടെയും തിക്നെസ് വരുന്നത് 7.45 mm ആണ്. ഇനി പ്രൊസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ S18eയിൽ മീഡിയാടെക് ഡിമെൻസിറ്റി 7200 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. S18ൽ സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. S18 Proയിൽ കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള മീഡിയാടെക് ഡിമെൻസിറ്റി 9200+ എന്ന പ്രോസസ്സറും കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ഫോണുകളിലും 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ S18eയിൽ ബേസ് വേരിയൻറ്റിൽ 12 GB റാമും 256 GB ഇൻറ്റേർണലാണ് വരുന്നത്. അതുപോലെ തന്നെ 12 GB റാമും 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. S18ൽ ബേസ് വേരിയൻറ്റിൽ 8 GB റാം 256 GB ഇൻറ്റേർണൽ വെർഷൻ വരുന്നുണ്ട്. ഇത് കൂടാതെ 12 GB റാം 256 GB ഇൻറ്റേർണൽ വെർഷനും 12 GB റാം 512 GB ഇൻറ്റേർണൽ വെർഷനും അതുപോലെ തന്നെ 16 GB റാം 512 GB ഇൻറ്റേർണൽ വെർഷനും വരുന്നുണ്ട്. പ്രോ വെർഷനിൽ 8 GB റാം 256 GB ഇൻറ്റേർണൽ വെർഷൻ വരുന്നില്ല. ബാക്കി വെർഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഇതിൽ S18eയിൽ LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പുമാണ് വരുന്നത്. S18ൽ LPDDR4Xൻ്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും കൊടുത്തിട്ടുണ്ട്. S18 Proയിൽ LPDDR5Xൻ്റെ റാം വരുന്നുണ്ട്. UFS 4.0 സ്റ്റോറേജ് ടൈപ്പും വരുന്നുണ്ട്. പിന്നെ ഈ ഫോണുകളിൽ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. NFC എന്നുള്ള ഫീച്ചർ ഈ ഫോണുകളിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള ഒറിജിനൽ സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണുകളിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ S18eയിലും അതുപോലെ തന്നെ S18ലും ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. S18 Proയിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും വരുന്നുണ്ട്. 3 ഫോണുകളിലും 50 MP മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. OSൻ്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ S18 Proയിൽ സോണി IMX 920യുടെ മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. S18eയിൽ LYT600ൻ്റെ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ S18eയിൽ 2 MP f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു സെൻസർ കൊടുത്തിട്ടുണ്ട്. എന്നാൽ S18ലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആണ് വരുന്നത്. S18 Proയിൽ 50 MP സാംസങ് JN1 അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ മൂന്നാമത് 12 MP f1.98 അപ്പേഴ്സിൽ വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസും വരുന്നുണ്ട്. ഇത് സോണി IMX 663യുടെ സെൻസറാണ്. 2x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. S18eയിൽ 16 MP സെൽഫി ക്യാമറ ആണ് വരുന്നത്. മറ്റ് 2 ഫോണുകളിലും 50 MP സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. പ്രോ വെർഷനിൽ അത്യാവശ്യം നല്ല ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ വരുന്നുണ്ട്. S18ലും അത്യാവശ്യം തിരക്കില്ലാത്ത ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ S18eയിൽ 4800 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. S18ലും അതുപോലെ തന്നെ S18 Proയിലും 5000 mAhൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഈ ഫോണുകളിൽ 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. Type-C ചാർജിംഗ് പോർട്ടും ഈ ഫോണുകളിൽ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ബാറ്ററിക്ക് 4 കൊല്ലത്തെ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സ്മാർട്ട് ഫോണുകൾ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ ഫോണുകൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ S18e എന്നുള്ള സ്മാർട്ട് ഫോൺ 2099 yuan എന്ന പ്രൈസിങ്ങിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് 24,500 രൂപ പ്രൈസ് റേഞ്ചിൽ. S18 എന്നുള്ള സ്മാർട്ട് ഫോൺ 2299 yuan എന്ന പ്രൈസിങ്ങിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് 27,000 രൂപ പ്രൈസ് റേഞ്ചിൽ. പിന്നെ S18 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 3199 yuan എന്ന പ്രൈസിങ്ങിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് 37,700 രൂപ പ്രൈസ് റേഞ്ചിൽ. ഈ പറഞ്ഞിട്ടുള്ള പ്രൈസിങ്ങിൽ ഈ ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ S18eയിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നില്ല എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് വലിയ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ.
പിന്നെ S18 കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 27,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. S18 പ്രോയിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ നല്ല ഫീച്ചേഴ്സ് തന്നെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. മികച്ച പ്രോസസ്സറും ഓൺ പേപ്പർ നല്ല ക്യാമറ സ്പെസിഫിക്കേഷനും നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും ഒക്കെ വരുന്നുണ്ട്. ഇനി ഈ ഫോണുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ ചിലപ്പം ഈ ഫോണുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ ഒരു S സീരീസിലായിരിക്കില്ല ലോഞ്ച് ചെയ്യുക. ചിലപ്പം B സീരീസിലായിട്ട് ഈ ഫോണുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്തായാലും ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും വിവോയുടെ S18 സീരീസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഫോണിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ S18e എന്ന സ്മാർട്ട് ഫോൺ ചിലപ്പം ഒരു 30,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. അതുപോലെ തന്നെ S18 എന്നുള്ള സ്മാർട്ട് ഫോൺ ചിലപ്പം ഒരു 35,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടും S18 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 45,000 50,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ.